കിച്ചു രേണുവിനെ ഗർഭമാക്കിയോ എന്നാണ്. അറിഞ്ഞുകൊണ്ട് ആ ചെറുക്കനെ ഇതിലോട്ട് വീണ്ടും വീണ്ടും വലിച്ചഴിച്ച് അവനെ കുത്തി നോവിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ തന്നെ ചെയ്ത ഒരു ചതിയുടെ ബാക്കി പത്രമാണ് നമുക്ക് ഈ കാണാൻ കഴിയുന്ന ഈ ഒരു ഇന്റർവ്യൂ. ഇത്രയധികം ദുഷിച്ച നാക്കുള്ള എനിക്ക് ഒരു ഇന്റർവ്യൂ മതി പഴയ സ്ഥാനം തിരിച്ചു പിടിക്കാനെന്ന് രേണു വിചാരിച്ചു. കാര്യം നടന്നിട്ടുണ്ട്. ഇപ്പൊ എന്തായാലും രാഹുൽ ദാസിന് എന്തും പറയാം, അത് കുഞ്ഞ് അവനെന്ത് പറയാം. രേണു സുധിക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല. രേണു സുധിയുടെ വീട്ടുകാരെ രേണു സുധി നികിഷ്ട ജീവികൾ. ഞാൻ ഈ സ്ത്രീകളെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കുന്നു, മോശമായിട്ട് പറയുന്നു എന്നൊക്കെ ഒരുപാട് കമന്റുകൾ കണ്ടതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ പറയുന്നത്. ഞാൻ എടുക്കുന്ന വീഡിയോയിലെ സ്ത്രീകൾ മോശമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് അവരെ മോശമായിട്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. എനിക്ക് എന്തെങ്കിലും കിട്ടിയോ? ക്യാൻസർ വന്നിട്ട് എന്നെ തെറി പറയുന്നവർ തന്നെ തെറി പറഞ്ഞുകൊണ്ടിരിക്കുമല്ലേ. മൗനം പാലിച്ചിട്ട് എനിക്ക് എന്തെങ്കിലും കിട്ടിയോ? ചിത്ര, എനിക്കൊന്നും കിട്ടില്ല. ആരും ഒന്നും കൊണ്ട് തരുന്നില്ല. എത്രയോ പേര് എനിക്ക് കൊണ്ട് ഞാനതൊക്കെ പിന്നീട് സംസാരിക്കാം. പറഞ്ഞു കഴിഞ്ഞാൽ ഇമോഷണൽ ആകും. അസുഖമായിട്ട് ആശുപത്രിയിൽ കിടക്കുന്ന ഒരാളിനെ ഇങ്ങനെയൊക്കെ പറയണമെന്ന് വിചാരിച്ചതല്ല. വീണ്ടും ഇന്റർവ്യൂവിൽ വന്നിരുന്ന ഇത്രയും തരം താഴ്ന്ന രീതിയിലേക്ക് നിങ്ങൾ പോകുന്നത് കണ്ടപ്പോൾ പറഞ്ഞു പോയതാണ്. രേണു സുധി കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ അവരെ പറ്റിയിട്ട് വലിയ അറിവൊന്നുമില്ലായിരുന്നു. ആരും അവരുടെ ന്യൂസ് ഒന്നും കുത്തിപ്പൊക്കിക്കൊണ്ട് വരാറില്ലായിരുന്നു. എല്ലാവർക്കും അതിനോടുള്ള ഒരു താല്പര്യം കുറച്ച് കുറഞ്ഞിരുന്നു എന്നതാണ് സത്യാവസ്ഥ. ഒരു ഇൻട്രസ്റ്റ് കുറഞ്ഞാൽ അവർക്കുണ്ടാകുന്ന വരുമാനത്തിൽ അത് കാര്യമായി തന്നെ ബാധിക്കും. പഴയ ഒരു ലൈം ലൈറ്റിൽ നിൽക്കുന്ന ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ, അത് വീണ്ടും പൊക്കിക്കൊണ്ട് വരണം. അതിന് വേണ്ടിയിട്ട് പുതിയൊരു നാടകവുമായിട്ടാണ് നമ്മുടെ രേണു ചേച്ചി ഇപ്പോൾ വന്നിരിക്കുന്നത്. രാഹുൽ ദാസിന് എന്തും പറയാം, അത് കുഞ്ഞ് അവനെന്ത് പറയാം. രേണു സുധിക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല. രേണു സുധിയുടെ വീട്ടുകാരെ രേണു സുധി നികിഷ്ട ജീവികൾ. രേണു സുധിക്ക് ഒന്നും മിണ്ടാൻ പറ്റത്തില്ല. അന്നേരം പാവം കുഞ്ഞ്. ഇതിന്റെ ഇടയിൽ വരുന്ന കമന്റ്സ് കണ്ടോണം. ഇപ്പോഴേ ഞാൻ പറയാം എന്തൊക്കെയാ വരുന്നതെന്ന്. അവൾ അവനെ ഇട്ടുകൊടുത്തതല്ല, പല കാര്യങ്ങളും ഞാൻ മൗനം പാലിച്ചിരുന്നു. ഇനി അങ്ങനെ മൗനം പാലിക്കുന്നില്ല. എനിക്ക് എന്തെങ്കിലും കിട്ടിയോ? ക്യാൻസർ വന്നിട്ട് എന്നെ തെറി പറയുന്നവർ തന്നെ തെറി പറഞ്ഞുകൊണ്ടിരിക്കുമല്ലേ. മൗനം പാലിച്ചിട്ട് എനിക്ക് എന്തെങ്കിലും കിട്ടിയോ? ചിത്ര, എനിക്കൊന്നും കിട്ടില്ല. ആരും ഒന്നും കൊണ്ട് തരുന്നില്ല. എത്രയോ പേര് എനിക്ക് കൊണ്ട് ഞാനതൊക്കെ പിന്നീട് സംസാരിക്കാം. പറഞ്ഞു കഴിഞ്ഞാൽ ഇമോഷണൽ ആകും. നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. കാര്യം എന്താണെന്ന് ഞാൻ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണണം. പകുതി വെച്ച് നിർത്തിയിട്ട് പോയിട്ട് വന്ന് എന്നെ കുറ്റം പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഞാൻ ഈ സ്ത്രീകളെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കുന്നു, മോശമായിട്ട് പറയുന്നു എന്നൊക്കെ ഒരുപാട് കമന്റുകൾ കണ്ടതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ പറയുന്നത്. ഞാൻ എടുക്കുന്ന വീഡിയോയിലെ സ്ത്രീകൾ മോശമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് അവരെ മോശമായിട്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. അവർ തെറ്റ് ചെയ്യുന്നവരെ മാത്രമാണ് ഞാൻ പറയുന്നത്, അല്ല എല്ലാ സ്ത്രീകളെ അല്ല ഞാൻ ഈ പറയുന്നത്. നിങ്ങളൊരു പകുതി വെച്ച് അല്ലെങ്കിൽ സ്റ്റാർട്ടിങ്ങിലെ കുറച്ച് ഭാഗമോ കണ്ടിട്ട് ഞാൻ ഈ പറയുന്നതെല്ലാം ഒരു സ്ത്രീ വിരുദ്ധതയാണെന്ന് നിങ്ങൾ തന്നെ വിചാരിച്ചിട്ട് കമന്റ് ചെയ്യുന്നതിനേക്കാളും ഫുള്ള് വീഡിയോ കണ്ടിട്ട് ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്കത് കമന്റിൽ രേഖപ്പെടുത്താം. ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് തെറി വിളിക്കാം. അത്രേ ഉള്ളൂ. മനസ്സിലായല്ലേ? നമുക്കിനി വീഡിയോയിലേക്ക് കിടക്കാം. രേണു സുധി പുള്ളിക്കാരി കുറെ ദിവസമായിട്ട് ലൈം ലൈറ്റിൽ ഇല്ല. സത്യമാണ്. പലരും ആ ഒരു സ്ഥാനം പിടിച്ചടക്കാനായിട്ട് നമ്മുടെ കെ ഫാമിലിയൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പുള്ളിക്കാരി എന്ത് വിചാരിച്ചു? കളഞ്ഞു പോയ തന്റെ പ്രതാപം തിരിച്ചു പിടിക്കാനായിട്ട് വീണ്ടും ഒരു ഇന്റർവ്യൂ കൊടുത്താൽ മതിയല്ലോ. എന്റെ നാക്കല്ലേ, ഇത്രയധികം ദുഷിച്ച നാക്കുള്ള എനിക്ക് ഒരു ഇന്റർവ്യൂ മതി പഴയ സ്ഥാനം തിരിച്ചു പിടിക്കാനെന്ന് രേണു വിചാരിച്ചു. കാര്യം നടന്നിട്ടുണ്ട്. ഇപ്പൊ എന്തായാലും കിച്ചു രേണുവിനെ ഗർഭമാക്കിയോ എന്നാണ്. ഇതിനൊക്കെ ഞാൻ എന്ത് മറുപടിയാ പറയേണ്ടത്? അത് ഞാൻ എന്തായാലും പുള്ളിക്കാരിയുടെ ആ ഒരു ഇന്റർവ്യൂ കണ്ടു. ഏതൊരാൾക്കും അത് കണ്ടാൽ മനസ്സിലാകുന്ന ഒരേ ഒരു കാര്യം, നമ്മുടെ കിച്ചുവിനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പല കാര്യങ്ങളും പുള്ളിക്കാരി അവിടെ പറഞ്ഞിട്ടുള്ളത്. അതായത് കിച്ചുവിനെ എങ്ങനെയെങ്കിലും മോശക്കാരനായിട്ട് പുള്ളിക്കാരിക്ക് അവിടെ ചിത്രീകരിക്കണം. ആ ഒരു കാര്യം വിജയകരമായിട്ട് പുള്ളിക്കാരി അവിടെ അവതരിപ്പിച്ചു. ആ ഒരു ഇന്റർവ്യൂ കൊണ്ട് അവർക്ക് അതൊരു ഉപയോഗം ഉണ്ടായിട്ടുമുണ്ട്. ആരും ഇപ്പോൾ അവരെക്കുറിച്ച് സംസാരിക്കാറില്ല, അവരെക്കുറിച്ച് റിയാക്ട് ചെയ്യാറില്ല. ആ ഒരു അവസ്ഥ വന്നപ്പോൾ പുള്ളിക്കാരിക്ക് നിന്നിരുന്ന ആ ഒരു ലൈം ലൈറ്റിൽ നിന്ന് പുള്ളിക്കാരി കുറച്ച് തള്ളി മാറി വന്നു. ആ ഒരു അവസ്ഥ പുള്ളിക്കാരിയെ കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. അതാണ് സത്യം. മനസ്സിലായില്ലേ നിങ്ങൾക്ക്? അതിൽ കിച്ചുവിനെതിരെ അവർ ഉപയോഗിച്ച വാക്കുകൾ കേട്ടാൽ സത്യമായിട്ട് മാർക്കായാലും വിഷമം തോന്നും. എന്റെ വളർത്തുമകനാണ് രാഹുൽ ദാസ് എന്ന കിച്ചു. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഏറ്റവും വേദനിപ്പിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ സ്വന്തം മകനെന്ന് പറഞ്ഞുകൊണ്ടാണ് രേണു ആ ഇന്റർവ്യൂവിൽ സംസാരം തുടങ്ങുന്നത്. ഓർമ്മയുണ്ടല്ലോ നിങ്ങൾക്ക്? മുമ്പ് പല ഇന്റർവ്യൂകളിലും രേണു പറഞ്ഞിട്ടുണ്ട് എന്റെ സ്വന്തം മകനാണ് അവനെന്ന്. അതായത് എന്റെ രണ്ടാമത്തെ മകനേക്കാളും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ആദ്യത്തെ മകനായ രാഹുൽ ദാസിനെയാണെന്ന്. ഇതെല്ലാം പറഞ്ഞുകൊണ്ട് നടന്ന രേണു തന്നെയാണ് ഇപ്പോൾ പറയുന്നത് പുള്ളി ഇപ്പോൾ വളർത്തുമകനാണെന്ന്. എന്ത് വളർത്തുമകൻ? അനാഥാലയത്തിൽ നിന്നോ റോഡരികിൽ നിന്നോ എടുത്തുകൊണ്ട് വന്നതാണോ നിങ്ങൾ അവനെ? കിച്ചുവിനെ നിങ്ങൾ അങ്ങനെ എടുത്തുകൊണ്ട് വന്നതാണോ? അല്ലല്ലോ, നിങ്ങൾ വളർത്തിയതല്ലേ. സുധിയുടെ ആദ്യ ഭാര്യയിലുള്ള മകനാണവൻ. അതായത് രേണുവിനും സുധിക്കും പ്രണയം ഒട്ടിടുന്ന സമയത്ത്
അവർക്കിടയിൽ കണ്ണിയായി നിന്നത് ഈ കിച്ചുവാണ്. അതൊന്നും നിങ്ങൾ മറക്കാൻ പാടില്ല. പക്ഷെ ഇന്ന് നിങ്ങൾക്ക് അവനൊരു അനാഥനായിരിക്കുകയാണ്. കിച്ചു ഒരാൾ കാരണം മാത്രമാണ് ശ്രുതിക്ക് രേണുവിനെ സ്വന്തമാക്കാൻ കഴിഞ്ഞതും ഇന്ന് കാണുന്ന രീതിയിൽ രേണു അറിയപ്പെടുന്ന ഒരാളായി മാറിയതും. എന്നിട്ടും ആ ഒരു മകനെ വാക്കുകൾ കൊണ്ട് നിങ്ങൾ വേദനിപ്പിക്കുന്ന കാണുമ്പോൾ നമ്മുടെ മലയാളികളായ പ്രേക്ഷകർക്ക് അത് എത്രത്തോളം സഹിച്ചിരുന്ന് കാണാൻ കഴിയുമെന്ന് പറയാൻ കഴിയില്ല. പലരും പ്രതികരിച്ചു പോകും. അവൻ എന്തറിയാനാ? അവനൊന്നും അറിയത്തില്ല. പല കാര്യങ്ങളും ഞാൻ ആലോചിച്ച് ദൈവമേ, ഇന്നലെയും കൂടെ ഞാൻ ഈ കുഞ്ഞിനെ വിളിച്ച് അല്ലെങ്കിൽ ഇവന് ഞാൻ സഹായമല്ല എൻ്റെ കടമ ഞാൻ ചെയ്തതല്ലേ, എന്നിട്ട് ഇവൻ എന്താ ഇങ്ങനെ ഇത്രയും അറിയത്തില്ലേ ഈ സ്ത്രീയുമായിട്ട്, ഈ സ്ത്രീ എന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നതാണ്. ഒരുമിച്ചിരുന്ന് ഫോട്ടോ എടുത്തല്ലോ ദൈവമേ, എനിക്ക് എന്തുമാത്രം വിഷമം. ഞാൻ അത് ആരെയും കാണിച്ചിട്ടില്ല സോഷ്യൽ മീഡിയയിൽ, ആരോടും പറഞ്ഞില്ല എനിക്ക് വിഷമമുണ്ടെന്ന്. ഞാൻ ചുമ്മാ അഭിനയിച്ച് കാണിച്ച് റീൽ ചെയ്ത് സന്തോഷം. പക്ഷെ ഞാൻ 11 വയസ്സ് തൊട്ട് ഞാൻ നോക്കിയതാ. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് പൊക്കി പിടിക്കുന്നവരുണ്ടല്ലോ, ഈ 11 വയസ്സ് തൊട്ട് 18 വയസ്സ് വരെ എന്താണെന്നാ അമ്മ ഞാൻ ഉപദ്രവിച്ചെന്ന് പറഞ്ഞ് ഇവൻ എന്താണ് അവിടെ പോയി നിൽക്കായിരുന്നത്? ഇന്ന് 22 വയസ്സുള്ള യുവാവാണ് അവൻ. ഇന്ന് പൈസ ഉണ്ട് ആവശ്യത്തിന്. അന്നൊന്നും ഇല്ലായിരുന്നപ്പോൾ ഞാനുണ്ടായിരുന്നു, ഞാൻ മാത്രമേ ഉള്ളായിരുന്നു അന്ന്. ഇങ്ങനെയൊക്കെ സഹതാപം പിടിച്ചു പറ്റിയിട്ട് എന്ത് നേടാനാണ് നിങ്ങൾക്ക്? രേണുവിന് സ്വന്തം പേരനോടൊപ്പം ശ്രുതി എന്ന് ചേർക്കാമെങ്കിൽ സ്വന്തം മകനായ കിച്ചുവിന്, അതായത് രാഹുലിന് സ്വന്തം പേരന്റെ കൂടെ ശ്രുതി എന്ന് ചേർക്കുന്നതിൽ, അല്ലെങ്കിൽ രാഹുൽ ശ്രുതി എന്ന് ചേർക്കുന്നതിൽ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? അതെന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകുന്നത്? അവൾ നാട്ടുകാരുടെ മുന്നിലേക്ക് അവനെ ഇട്ടുകൊടുത്തതല്ല, പല കാര്യങ്ങളിലും മൗനം പാലിച്ചതാണെന്ന്. കിച്ചു രേണുവിനെ ഗർഭമാക്കിയോ എന്നാണ്. ഇതിനൊക്കെ ഞാൻ എന്ത് മറുപടിയാ പറയേണ്ടത്? അത് ഈ വ്ളോഗറിന്റെ വീട്ടിൽ നടക്കുന്ന സംഭവങ്ങളായിരിക്കും അവനവന്റെ വായിലൂടെ സംസാരിക്കുന്നത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം വന്നിട്ടുണ്ടാവും കുറെ. കിച്ചു എന്തോ അപരാധം ചെയ്തു എന്ന് നിങ്ങൾ പറഞ്ഞിരുന്നല്ലോ മുമ്പത്തെ ഒരു വീഡിയോയിൽ. ആ ഒരു സംഭവം സത്യമാണെന്ന് വരുത്തി തീർക്കാൻ നിങ്ങൾ ആങ്കറിനെ വിട്ട് ഇപ്പോൾ ചോദിപ്പിച്ചില്ലേ, കിച്ചു കാരണം രേണു ഗർഭിണിയായിട്ടുണ്ടോ, അല്ലെങ്കിൽ കിച്ചു നിങ്ങളെ കയറി പിടിച്ചോ എന്ന്? ഇതേപോലുള്ള അങ്ങേയറ്റം മ്ലേച്ഛമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ നിങ്ങളോട് അവർക്ക് എങ്ങനെയാണ് ധൈര്യം വന്നത്? നിങ്ങൾ പറഞ്ഞിട്ടല്ലാതെ അവരങ്ങനെ ചോദിക്കുന്നത് എങ്ങനെയാണ്? അറിഞ്ഞുകൊണ്ട് ആ ചെറുക്കനെ ഇതിലോട്ട് വീണ്ടും വീണ്ടും വലിച്ചഴിച്ച് അവനെ കുത്തി നോവിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ തന്നെ ചെയ്ത ഒരു ചതിയുടെ ബാക്കി പത്രമാണ് നമുക്ക് ഈ കാണാൻ കഴിയുന്ന ഈ ഒരു ഇന്റർവ്യൂ. കിച്ചു രേണുവിനെ ഗർഭമാക്കിയോ എന്നാണ്. ഇതിനൊക്കെ ഞാൻ എന്ത് മറുപടിയാ പറയേണ്ടത്? അത് ആ ഒരു കുട്ടി നിങ്ങളെ എന്താണ് ചെയ്തത്? അതാണ് ഇവിടെ ജനങ്ങൾക്ക് അറിയേണ്ടത്. ഒരു അടിസ്ഥാനവും ഇല്ലാതെ ഒരു 22-കാരന്റെ ജീവിതം വെച്ച് കളിക്കുകയല്ല വേണ്ടത്. നിങ്ങൾക്ക് ക്യാൻസർ വന്നപ്പോഴും നിങ്ങളെ തെറി പറയുന്നവർ വീണ്ടും തെറി പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ. അങ്ങനെയൊക്കെ പറഞ്ഞ സിമ്പതി പിടിച്ചു പറ്റാൻ ശ്രമിക്കുന്നതിന് മുമ്പ് നിങ്ങൾ മുമ്പ് പറഞ്ഞ ഒരു കാര്യത്തിന് ഒരു ക്ലാരിറ്റി ഇവിടെ വേണം. എന്തിനാണ് നിങ്ങൾ അന്ന് അങ്ങനെ പറഞ്ഞതെന്നും ഇപ്പോഴും നിങ്ങൾ അതിന് വ്യക്തമായിട്ടൊരു ആൻസർ തന്നിട്ടില്ല. അവന്റെ ഭാഗത്ത് നിന്ന് എന്ത് തെറ്റാണ്, എന്ത് മഹാപാതകമാണ് ആ ചെറുക്കൻ നിങ്ങളോട് ചെയ്തതെന്ന്, പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ അവനെ വേട്ടയാടുന്നത്? ചേച്ചി അതും കൂടെ ആലോചിക്കണം. അതായത് ഇവരെ സപ്പോർട്ട് ചെയ്തിട്ടാണ്, എനിക്കറിയാൻ പാടില്ല ഇവർക്ക് റീച്ച് കൂട്ടാൻ വേണ്ടിയാണോന്ന് എനിക്കറിയില്ല. അവന്റെ വീട്ടിലെ കാര്യമായിരിക്കും അവൻ പറഞ്ഞത്. എന്ത് പറയാനാണ് ഇതിനകത്ത്? എനിക്ക് എന്ത് മറുപടി പറയാൻ പറ്റും? എന്റെ വളർത്തുമകനാണ് രാഹുൽ ദാസ് എന്ന കിച്ചു, അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇന്ന് കിച്ചു രേണുവിന്റെ കയ്യിൽ നിന്ന് 5 പൈസ പോലും വാങ്ങാൻ പോകുന്നില്ല. മുമ്പ് 10ഓ 50ഓ ആ കുട്ടിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ലോകം മുഴുവൻ വിളിച്ച് പറഞ്ഞ് അവനെ നാണം കെടുത്തിയിട്ടുമുണ്ട് നിങ്ങൾ, അല്ലേ? സ്വന്തം മകനൊരു ബുക്ക് വാങ്ങി കൊടുക്കാനോ ആഹാരം കഴിക്കുന്നതിനോ ഒക്കെ കൊടുത്ത പൈസയുടെ കണക്ക് ഏതെങ്കിലും ഒരു അമ്മ ക്യാമറയ്ക്ക് മുമ്പിൽ വന്നിരുന്ന് വിളിച്ച് പറയുമോ? ഇങ്ങനെയൊക്കെ കാണിച്ച ഒരാളിനെ എങ്ങനെ അവൻ അമ്മയായിട്ട് കാണും? രേണു പൈസ കൊടുക്കുമ്പോൾ അത് മറ്റുള്ളവരെ കാണിച്ചിട്ടാണ് കൊടുക്കുന്നതെന്ന് രേണുവിന്റെ കൂടെ നിൽക്കുന്ന പലരും തന്നെ വന്നിരുന്ന് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ ആ ഒരു മകന് എന്തുമാത്രം വിഷമം ഉണ്ടാകും. അവൻ തിന്നതിനും കുടിച്ചതിനുമുള്ള എല്ലാ കാര്യങ്ങളും കണക്ക് വെട്ടി തുറന്ന് 1 by 1 പറഞ്ഞ് അവനെ എത്രത്തോളം നിങ്ങൾ നാണം കെടുത്താമോ അത്രത്തോളം നിങ്ങൾ നാണം കെടുത്തിരുന്നു. ആരും ഒന്നും കൊണ്ടു തരുന്നില്ല, എത്രയോ പേരെ എനിക്ക് അറിയാമെന്നൊക്കെ നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞതാ. ഇങ്ങനെയുള്ള ഇമോഷൻസ് ഒന്നും ഇനി വർക്കൗട്ട് ആകാൻ പോകുന്നില്ല. പിന്നെ കിച്ചുവിന് നിങ്ങളോട് തോന്നിയ ആ ഒരു ദേഷ്യമുണ്ടല്ലോ, അത് എന്താണെന്ന് സാധാരണ അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഒരു സബ്സ്ക്രിപ്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ കാണിച്ചു കൂട്ടിയ ഓരോ തറ പരിപാടി, ഞാൻ അങ്ങനെ തന്നെ പറയണം. ഇതിനേക്കാളും മ്ലേച്ഛമായിട്ടുള്ള ഭാഷ എനിക്ക് പറയാൻ അറിഞ്ഞുകൂടാത്തതുകൊണ്ടല്ല, അവന്റെ മാന്യത കൊണ്ട് അവൻ ഒന്നും പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. കുറച്ച് പണം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഇത്രയും ഒരു മനുഷ്യൻ തരം താഴാൻ പാടില്ല എന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളെ കുറിച്ച് പറയാനുള്ളത്. കുറച്ചെങ്കിലും കള്ളവും കപടവും ഇല്ലാതെ ഒന്ന് ജീവിക്കാൻ ശ്രമിച്ചു നോക്കണം. അസുഖമായിട്ട് ആശുപത്രിയിൽ കിടക്കുന്ന ഒരാളിനെ ഇങ്ങനെയൊക്കെ പറയണമെന്ന് വിചാരിച്ചതല്ല. വീണ്ടും ഇന്റർവ്യൂവിൽ വന്നിരുന്ന ഇത്രയും തരം താഴ്ന്ന രീതിയിലേക്ക് നിങ്ങൾ പോകുന്നത് കണ്ടപ്പോൾ പറഞ്ഞു പോയതാണ്. അതുകൂടാതെ 11 വയസ്സ് മുതൽ കിച്ചുവിനെ നോക്കിയത് താനാണെന്ന് വലിയൊരു അവകാശവാദമൊക്കെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. വീണയും ശ്രുതിയും ഒരുമിച്ചുണ്ടായിരുന്ന സമയത്താണ് രേണു അവരുടെ ജീവിതത്തിലേക്ക് വരുന്നത്.
അതായത് ഇടിച്ചു കയറി വരുന്നതെന്ന് നമുക്ക് പറയാം. കിച്ചു എന്ന 10 വയസ്സുകാരനെ വലയിലാക്കുകയും ആ ഫാമിലിയിൽ ഒരു വിള്ളലുണ്ടാക്കി ആദ്യ ഭാര്യയെ ഉപേക്ഷിപ്പിച്ച് ഒരു താടകയെ പോലെ നീ വന്ന് അവിടെ കയറിയതല്ലേ. അങ്ങനെ ഒന്നും സംഭവിക്കാതിരുന്നുവെങ്കിൽ ആ ചെറുക്കനെ സുധി പൊന്നുപോലെ നോക്കുമായിരുന്നു. പക്ഷേ നീ ഒരൊറ്റ ആള് കാരണമാണ് ആ ചെറുക്കൻ ഇത്രത്തോളം ഒറ്റപ്പെട്ടു പോയത്. ആ ചെറുക്കന്റെ ലൈഫ് ഇങ്ങനെ കീഴ്മേൽ മറയുന്നതിന് ഒരേ ഒരു കാരണം നീ ഒരാൾ മാത്രമാണ്. ആ സുധി ഒരൊറ്റ ആളാണ് നിന്റെ സഹോദരനെ, നിന്റെ കൊച്ചച്ഛനെയും അച്ഛനെയും നിന്റെ കുടുംബം ഫുള്ളായിട്ട് നോക്കിയിരുന്നത്. അദ്ദേഹം സ്റ്റാർ മാജിക്കിലൊക്കെ പോയിട്ട് ഓരോ കോമാളിത്തരമൊക്കെ കാണിച്ച് കൊണ്ടുവരുന്ന കാശ് മൊത്തം നീ നിന്റെ ഫാമിലിയും വീതിച്ചെടുക്കുന്നുണ്ടായിരുന്നു. ഒരു ജോലിക്ക് പോലും പോകാത്ത നിന്റെ അച്ഛൻ, അമ്മ, ആങ്ങളമാർ എല്ലാവരും കൂടെ വീതിച്ചെടുക്കുകയല്ലേ ചെയ്തുകൊണ്ടിരുന്നത്. ഇത്രയും ഒരാളെ പറ്റിച്ച് നീ ഇത്രയും വലിയൊരു നിലയിലായിട്ടും ആ ഒരു മനുഷ്യന്റെ മകനെ നിനക്കൊന്ന് നോക്കുന്നതിൽ എന്താണ് പ്രശ്നം? ആദ്യ ചെറുക്കൻ കഴിക്കുന്നതിനും കുടിക്കുന്നതിനും ഒക്കെ കണക്ക് പറയുന്നത് എത്ര മ്ലേച്ഛമായിട്ടുള്ള കാര്യമാണ്. സഹിക്കാൻ വയ്യാഞ്ഞിട്ടാണ് പലരും നിന്റെ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യുന്നത്, വേറെ ഒന്നും കൊണ്ടല്ല. പക്ഷെ ഇന്ന് 22 വയസ്സായ കിച്ചു സ്വന്തം ആവശ്യത്തിനുള്ള കാശ് അവൻ തന്നെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്നു. ആരുടെയും അടുത്ത് പോയി കൈനീട്ടി നിൽക്കുന്നില്ല, അതായത് നിന്റെ അടുത്ത് വരുന്നില്ല എന്ന്. നിനക്ക് ലൈം ലൈറ്റിൽ വരുന്നതിനായിട്ട് അവനെ പിടിച്ചിടേണ്ട കാര്യമില്ല എന്ന് മനസ്സിലായില്ലേ?